ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രമുഖനായ ഒരു സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ തൻ്റെ കൂട്ടുകാരനായ അബൂ ഉമൈർ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്ന് സലാം ചൊല്ലിയ സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല. ഭാര്യ സലാം അടക്കി കയറിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. അബ്ദുല്ലാഹ് റസൂലുള്ളാഹിയുടെ വീട്ടിൽ കയറിയിരുന്നു. അപ്പോൾ അതിഥിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നോക്കുമ്പോൾ വീട്ടിൽ വെള്ളമില്ല. ഉടനെ വീട്ടിലെ വൃത്തിയെ വേലക്കാരിയെ അയൽവക്കത്തേക്ക് പറഞ്ഞു വെള്ളം വാങ്ങാൻ വേണ്ടി. വൃത്തി വെള്ളം വാങ്ങാൻ പോയിട്ട് വരാൻ താമസിച്ചു. അപ്പോൾ അബൂബക്കറിന്റെ ഭാര്യയ്ക്ക് ദേഷ്യം. അവർ വൃത്തിയെ ശപിച്ചു. എന്താ ഈ നശിച്ചവിടെ തിരിച്ചു വരാത്തത്? അതിഥി നോക്കിയിരിക്കുകയാണ് വെള്ളം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ശാപം കേട്ടതോടുകൂടി അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം ഇറങ്ങി അങ്ങനെ പോകുന്ന സമയത്ത് അബൂ ഉമൈർ വീട്ടുകാരൻ വരുന്നുണ്ട്. അപ്പൊ അബൂ ഉമൈർ മനസ്സിലാക്കിയത് ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ കയറിയിരിക്കാതെ തിരിച്ചു പോരുന്നതെന്ന് മനസ്സിലാക്കി അബ്ദുല്ലാഹി മസ്ഊദിനോട് അബൂ ഉമൈർ ചോദിച്ചു, ലൈസ മിസ്ലുക യുഗാറു അലൈക, നിന്നെപ്പോലുള്ള ആളുകളൊന്നും എൻ്റെ വീട്ടിൽ ഞാനില്ലാത്തപ്പോൾ എൻ്റെ ഭാര്യ മാത്രമുള്ളപ്പോൾ വന്നെന്ന് വിചാരിച്ച് ദേഷ്യമൊന്നും എനിക്ക് തോന്നില്ല. നീ എൻ്റെ കൂട്ടുകാരനല്ലേ, ഭാര്യ മാത്രമുള്ളൂ എന്ന് വിചാരിച്ച് നിനക്ക് വരാൻ കയറിയിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. നിനക്ക് വീട്ടിൽ കയറി സലാം ചൊല്ലി അവിടെ ഇരുന്ന് വെള്ളം വാങ്ങി കുടിക്കാമായിരുന്നില്ല ഇബ്നു മസ്ഊദ്, എന്തിനാ നീ പോകുന്നത് എന്ന് വീട്ടുകാരനെ അബൂ ഉമൈർ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തതാണ്, നീ ഇല്ലാന്ന് വിചാരിച്ചാൽ പോകുന്നതല്ല, ഞാൻ സലാം ചൊല്ലി അവിടെ കയറിയിരുന്നു. പക്ഷെ അപ്പോഴാണ് നിന്റെ ഭാര്യ വെള്ളം വാങ്ങാൻ വേണ്ടി നിന്റെ വൃത്തിയെ അയൽവക്കത്തേക്ക് വിട്ടു. അവൾ വരാൻ താമസിച്ചപ്പോൾ നിന്റെ ഭാര്യ നിന്റെ വൃത്തിയെ ശപിച്ചു. വൃത്തിയെ വരാൻ താമസിച്ചത് ഒന്നിരിക്കൽ അയൽവക്കത്ത് വെള്ളമില്ലാതിരിക്കാം, അല്ലെങ്കിൽ വെള്ളം പരിമിതമായിരിക്കാം, അയൽവാസികൾക്ക് ആവശ്യമുണ്ട്, അതൊന്നും കൊടുത്തില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വൃത്തി വരാൻ താമസിച്ചത്. ഇതായിരുന്നാലും നിന്റെ ഭാര്യ നിന്റെ വൃത്തിയെ ശപിച്ചതോടുകൂടി ഞാനവിടെ ഇറങ്ങിപ്പോയി. എന്നിട്ടൊരു ഹദീസ് കൂടി അബൂ ഉമൈറിനെ അബ്ദുല്ലാഹി റസൂലുള്ളാഹിനെ കേൾപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഭൂമിയിൽ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ശപിക്കുന്ന സമയത്ത് ഈ ശാപം ആദ്യം ആകാശത്തേക്ക് ഉയർന്നു പോകും. ആകാശത്തിന്റെ കവാടങ്ങൾ ഈ ശാപത്തിന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അപ്പോൾ ആ ശാപം നേരെ താഴോട്ട് ഭൂമിയിലേക്ക് പോകും. ഭൂമിയിൽ വന്ന് ഈ ശാപം വലത്തും ഇടത്തും ഇങ്ങനെ നോക്കും. ഭൂമിയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടാലേ ഭൂമിയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അതും തുറക്കപ്പെടുകയില്ല. ഈ ശാപത്തിന് കടക്കാൻ ഒരു വഴി വേണം. അത് ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഈ ശാപത്തിന് കടക്കാൻ ഒരു മാർഗം കിട്ടില്ല, എവിടെയും അതിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് ഈ ശപിക്കപ്പെട്ട വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് ശാപം കടക്കാൻ വേണ്ടി ശ്രമിക്കും. ആ ശപിക്കപ്പെട്ട വസ്തുവോ വ്യക്തിയോ ശാപത്തിന് അർഹമാണെങ്കിൽ അതിലേക്ക് കടക്കണം. അർഹമല്ലെങ്കിൽ അള്ളാഹുവിനോട് ഈ ശാപം പറയും, പടച്ചവനെ എനിക്ക് കടക്കാൻ മാർഗമില്ല, ഞാനിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്, ആകാശം എന്നെ സ്വീകരിക്കുന്നില്ല, ഭൂമി സ്വീകരിക്കുന്നില്ല. ശപിക്കപ്പെട്ടവനിലേക്ക് ചെന്നപ്പോൾ അവനിലേക്ക് എനിക്ക് കടക്കാൻ കഴിയുന്നില്ല, കാരണം അവൻ ആ ശാപത്തിന് അർഹനല്ല. പിന്നെ ഞാൻ അവനിലേക്ക് കടക്കും, എനിക്കൊരു വഴിയില്ല, ഞാനിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണത്? അപ്പൊ അല്ലാഹു തആല പറയും, ഞാൻ ശപിച്ചവന്റെ അടുക്കിലേക്ക് തിരിച്ചില്ല പറയും. ആരാണോ നിന്നെ ശപിച്ച് പറഞ്ഞു വിട്ടത്, ആരാണോ നിന്നെ ഉച്ചരിച്ചത്, അവരിലേക്ക് ചെല്ലാൻ വേണ്ടി പറയും. അങ്ങനെ ആ ശപിച്ചവരിലേക്ക് ആ ശാപം തിരിച്ചു, ശാപം തിരിഞ്ഞു കുത്തു നടത്തും. ഈ ഹദീസ് അബ്ദുല്ലാഹി റസൂലുള്ളാഹി ഈ അബൂ ഉമൈറിനോട് പറഞ്ഞു, അങ്ങനെ നിന്റെ ഭാര്യയിലേക്ക് ശാപം തിരിച്ചു വന്നാൽ വൃത്യ അവർക്ക് കാരണമുണ്ടെങ്കിൽ, അവൾ താമസിക്കാൻ കാരണമുണ്ടെങ്കിൽ അവളിലേക്ക് ശാപം പ്രവേശിക്കില്ല. അപ്പൊ ശാപം സ്വാഭാവികമായിട്ട് നിന്റെ ഭാര്യയിലേക്ക് തിരിച്ചു വരും. നിന്റെ ഭാര്യയിലേക്ക് ശാപം കിട്ടാൻ ഞാൻ കാരണക്കാരനാകും. ഞാൻ അവിടെ വന്നുകൊണ്ടാണല്ലോ പ്രശ്നമൊക്കെ ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്ന് അബൂ ഉമൈറിനോട് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല പറയുന്നത്. ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം, ശാപം എന്നുള്ളത് അപകടമാണ്. സാധാരണ നമ്മൾ സ്ത്രീകളിലാണ് ഈ സ്വഭാവം കൂടുതലുള്ളത്. വസ്തുക്കളെ, വ്യക്തികളെയൊക്കെ ശപിക്കുക. വീടൊക്കെ നന്നായിട്ട് കഴുകിയിട്ടിരിക്കുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ കോഴി കയറി അപ്പിയിട്ട് അമ്മ നശിച്ച കോഴി എന്ന് പറയും. അപ്പോൾ അവിടെ 2 ആഴ്ച മഴ തുടങ്ങിയിട്ട് ഇടയ്ക്കൊരു ചെറിയ വെയിൽ കാണുമ്പോൾ സ്ത്രീകൾ വസ്ത്രമൊക്കെ എടുത്ത് വെളിയിലിടും. പെട്ടെന്നൊരു മഴ വരും. അപ്പോൾ ഓടി വസ്ത്രമൊക്കെ പെണ്ണുങ്ങൾ പറയും നശിച്ച മഴ എന്ന് പറയും. എന്നിട്ട് നമ്മൾ
കാണുന്നതിനെ കേൾക്കുന്നതിനെ ശപിക്കുകയാണ്. ഈ ശാപം അപകടമാണ്. ഒരു വസ്തുവിനെ ഒരു വ്യക്തിയെ നമ്മൾ ശപിക്കരുത്. ശപിച്ചാൽ ആ ശാപം നമ്മളിലേക്ക് തിരിഞ്ഞു കുത്തും. ആ ശപിക്കപ്പെട്ട ആള് ആ വ്യക്തി അതിന് അർഹമല്ലെങ്കിൽ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആരെയും ശപിച്ചിട്ടില്ല. ഒരു നല്ല സ്വഭാവമല്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി.